ഇങ്ങനെ ഇങ്ങനെ വരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഒരുപാട് പേര് ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എന്തോ പോലെ, പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സിനിമകൾ വിജയിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക ഓക്കെ സിനിമ ജനുവലി വിജയിച്ചു. ബിക്കോസ് നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഏറ്റവും ഒരു മോട്ടിവേഷൻ. ഇനി വരാൻ പോകുന്ന സിനിമകളും നിങ്ങൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഉത്സവങ്ങളില്ലെങ്കിലും ഞാൻ അമ്പലങ്ങളൊക്കെ പോകാറുണ്ട്. ഇവിടെ ഞാൻ വരാം. എനിക്ക് തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഇന്ന് ഇങ്ങനെ അങ്ങനെ തൊഴാൻ സാധിച്ചില്ല, പക്ഷേ അജിതേട്ടൻ ഇവിടെ ആയതുകൊണ്ട് ഇടയ്ക്ക് വരാം. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് എന്റെ സിനിമയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയ സിനിമ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന സിനിമകളുടെ കൂടെ ഉണ്ടാവും. ഒരുപാട് നന്ദി. ഇന്നത്തെ ഉത്സവം ഉദ്ഘാടനത്തിന് എത്താൻ സാധിച്ചത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. മികച്ച സിനിമയിലെ ഹീറോ അവിടെ ഇരിക്കുന്നത് ഇരകൾ ഗണേശേട്ടൻ. അപ്പൊ അത് കാണാത്തവര് ഈ ജനറേഷനിൽ എന്തെങ്കിലും കാണണം. കാരണം അത്രയും മികച്ച സിനിമകളിലൊന്ന്. പിന്നെ ഉണ്ണി ആയിട്ട് ഒരുപാട് നാളത്തെ പരിചയമുള്ളതാണ്. ഉണ്ണിയുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഉണ്ണി വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പണിയെടുത്ത് തന്നെയാണ്. അർഹത ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചെയ്തതിന്റെ ഇത് കർമ്മത്തില് വിശ്വസിച്ചാൽ നമുക്ക് ചെയ്തതിനുള്ള കൂലി കിട്ടുന്നു. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഈ വേറെന്താ പറയാ, ഞാൻ പാടി അവിഞ്ഞ പാട്ടാണ്. ഒന്നും തോന്നരുത്. ഒരു പാട്ടൊക്കെ സ്ത്രീകളുള്ളൂ, അതുകൊണ്ട് അതിനെല്ലായിടത്തും പാടും. കുഴപ്പമില്ലല്ലേ? പാണന്റെ പാട്ടിനൊക്കെ താളം പിടിക്കും പെണ്ണ്, തളപ്പിടുത്ത് നല്ല ചൂട് വെച്ചിരും. പാടത്തിൻ്റോരത്തവളെന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലി നടക്കും. പൽക്കാരൻ പയ്യനെ കാണാൻ പാടവർ. ഇത്രയും ഏറ്റവും കൂടുതൽ ഭക്തി സാന്ദ്രമായി തോന്നും. ഇടനിമത്തിൽ വലിയ തിരക്കൊക്കെയുള്ള കാലത്തും ഇവിടെ ഭക്തി സാന്ദ്രമായി തോന്നുന്ന ഒരു അന്തരീക്ഷം, ഒരു ശാന്തത. നമ്മൾ വന്നു കഴിഞ്ഞാൽ മനസ്സിന് ഒരു ഭയങ്കര മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെയുള്ള ഒരു ശാന്തത. വിവേകാനന്ദ പാറയിൽ പോയി വിവേകാനന്ദ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാന്തതയുണ്ട്, നിശബ്ദതയും ഒരു ശാന്തതയും. ആ ശാന്തത ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രം വളരെ ഒരു ആത്മീയമായ അനുഭൂതി നൽകുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വരുന്നത് ഇതുപോലെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. അവിടെയാണ് ഇതിന്റെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഞാൻ വരുന്നത് ഇതിന്റെ തൊട്ടങ്ങോട്ട് ഈ അയ്യപ്പന്റെ അടുത്തായിട്ട് ഒരു ചെറിയ സ്റ്റേജാണ്. അതുപോലെ വലിയ സ്റ്റേജ് ഒന്നുമല്ല, ഒരു ചെറിയ സ്റ്റേജാണ്. ഈ കോർണാകത്തെ ദേവസ്വം ഉപദേശ സമിതി പ്രസിഡന്റും സെക്രട്ടറിയും കുറച്ച് ഭാരവാഹികളും ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് ആ സ്റ്റേജിൽ. സത്യത്തിൽ അന്ന് സങ്കടം തോന്നി. കാരണം ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവും ഈ ക്ഷേത്രത്തിന്റെ ഘടനയും എല്ലാം മാറ്റിക്കൊണ്ട് കുറെ വികസന പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡ് നടത്തി. ആരൊക്കെയോ വന്നവർ മാറി മാറി ഇങ്ങനെ പല കാര്യങ്ങളും. ഇവിടെ ഒരു സത്യാലയം അകത്തുണ്ടാക്കി വെച്ചു. ഇവിടെ ഒരു ട്രഷറിയാണ് ഉണ്ടായിരുന്നത്. ദേവസ്വത്തിന്റെ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നറിയില്ല, അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റിമറിച്ചു. ക്ഷേത്രത്തിന്റെ പൂജയും ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഇവിടെ ഒരു അരമതിലുണ്ടായിരുന്നു. ഇവിടെ ഒരു കൽമണ്ഡപം, അതാണ് ഈ ഐതിഹ്യമാനിലേക്ക് പറയുന്ന ഗോശാല. അതിനിപ്പോൾ അതൊരു കൽമണ്ഡപം. ഈ സ്റ്റേജ് ഇങ്ങനെ ഇരിക്കുന്നു, ചെറിയ സ്റ്റേജാണ്. ഞാൻ പറയുന്നതിനോടൊന്നും വിചാരിക്കരുത്. ഈ മതിലിൽ 2 മദ്യമാലികൾ അടിച്ചിട്ടിരിക്കുന്നു. മണൽത്തരി അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മണൽത്തരി നോക്കി പ്രസംഗിച്ച ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ പ്രസംഗം ഈ സ്റ്റേജിന്റെ മുന്നിലായിരുന്നു. ഇന്ന് ഇത്രയും ആളുകൾ സിനിമാടന്മാരെ കാണാനുള്ള വെച്ചു, നവ്യനായിട്ട് മനോഹരമായ ഡാൻസ് വരുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞായി. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ ഉപദേശക സമിതി അജിത്തിന്റെ നേതൃത്വത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ക്ഷേത്രത്തിൽ വന്ന മാറ്റം
ആത്മീയമായ പുരോഗതി, ഭൗതികമായ പുരോഗതിയുടെ കൈവരിച്ച ആത്മീയ പുരോഗതിയുണ്ട് ഈ ക്ഷേത്രത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഈ വെള്ളമതിൽ നടുക്കുള്ള മതിൽ രണ്ട് മദ്യപാനികൾ സുഖമായിട്ട് പറയുന്നതല്ല ഒരാള് ഈ പ്രദേശത്തില്ല. അത് കണ്ട എനിക്ക് ഇന്ന് നിങ്ങളെ എല്ലാവരോടും കാണുമ്പോൾ അത്യധികമായ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് സന്തോഷത്തിന്റെ രഹസ്യം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഭക്തിയോടെ വിശ്വസിച്ചിരുന്ന ക്ഷേത്രം, ആരാധിച്ചിരുന്ന ക്ഷേത്രം, ആത്മീയമായ വലിയ അന്തരീക്ഷം. നമുക്ക് ഇതിന് അകത്ത് കയറി ഇരുന്നാൽ വേണമെങ്കിൽ നമ്മുടെ സൈഡിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന ശാന്തതയുള്ള ആ ക്ഷേത്രം അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചു കിടക്കുന്നതാണ് പിന്നെ കണ്ടത്. പക്ഷെ ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു പോകുന്നത് ഞാൻ അത്ഭുതത്തോടെ സന്തോഷത്തോടെ പറയുന്നത്, ഈ ക്ഷേത്രം എല്ലാം കൊണ്ടും ഉപയോഗിച്ചു. ഇതിന്റെ ചുറ്റുമുള്ള വിളക്കുകൾ മുഴുവൻ പിത്തള പൊതിഞ്ഞ് അതിമനോഹരമാക്കി ക്ഷേത്രത്തെ ഏറ്റവും ഐശ്വര്യപൂർണ്ണമാക്കി ആചാരങ്ങൾ അനുസരിച്ച് പൂജകളും ഒക്കെ ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ഒരുപക്ഷെ ഏറ്റവും വലിയ ആഘോഷം ഒട്ടാകത്തിന് തത്തുല്യമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ, സ്വർണ്ണ കുടിമരം ഉണ്ടാക്കാൻ ഒക്കെ കഴിയുന്നു എന്ന് പറയുന്ന 2 കോടികൾ കഴിച്ച് സ്വർണ്ണ കുടിമരം ഉണ്ടാക്കാൻ അജിത്തിന്റെ നേതൃത്വത്തിൽ അജിത്ത് വലിയ ഭക്തനാണ് എനിക്കറിയാം. അജിത്ത് വലിയൊരു ഭക്തൻ, വലിയൊരു ദൈവവിശ്വാസം, ഭയങ്കര ഈശ്വര ഭക്തനാണ്. ആ ഭക്തി ഈ ഒരു മഹാദേവന്റെ മണ്ണിൽ ഈ ഒരു ക്ഷേത്രത്തിൽ അജിത്തിനെ ഈ ഒരു ഉപദേശസമിതിയുടെ പ്രസിഡന്റായി എടുക്കുകയും അതിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അച്ഛന്റെ ഒരു വാത്സല്യ പുത്രനായിരുന്നു അജിത്ത്. മരിക്കുന്നവരെയും അങ്ങനെ ഒരാഴ്ചയോടെ അവരുടെ സ്ഥലം മാറ്റം ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഈ മഹാദേവ സന്നിധിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഈ യോഗ ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളെ മന്ത്രി അറിയാലോ, എന്നെ വല്ലപ്പോഴും കാണുമ്പോൾ എന്റെ ഡോസൊക്കെ തന്നെ സിനിമയിലെത്തുന്നത് അദ്ദേഹം എത്തിച്ചേരാന്ന് പറഞ്ഞു. എത്തിയ സമയത്ത് തന്നെ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ എന്റെ സഹോദരങ്ങളായ ജോർജ് ഉണ്ണി അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ ഈ പരിപാടിക്ക് വേണ്ടി വന്നു. ഒരിക്കലും അവരുടെ കടപ്പാട് ഞാൻ മറക്കത്തില്ല. അതേപോലെ നമ്മളെ ഹരിയണ്ണൻ, നമ്മളെ NSS താലൂക്ക് സെക്രട്ടറി ഹരിയണ്ണൻ, അരങ്ങാണകുളം, പഴക്കാവ് മഹാദേശത്ത് നല്ല പ്രസിഡന്റാണ്, ഒരുപാട് ദിവസം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള പ്രദേശങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസറായ വിനോദ് കുമാർ സാർ, അതൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പുറത്താണ് ഇത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ ബാക്കി വീതിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തിന് വളരെ സങ്കടമുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രി സമയത്ത് പറഞ്ഞ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ പറഞ്ഞു 65 ലക്ഷം രൂപ പണിയാറ്റിങ്ങനെ മഹാദേവ ക്ഷേത്രത്തിൽ ചെലവാക്കിയത്. എവിടെ ചെലവാക്കിയത്? ഒരു 3-3.5 കോടി രൂപ എന്റെ കയ്യിൽ ചെലവാക്കിയിട്ടുണ്ട്. എന്റെ സ്വന്തം പൈസ, ഞാൻ കഷ്ടപ്പെട്ട പൈസ എടുത്ത് ചെലവാക്കി. നീ കൊടിമരം തരുന്നത് 2 കോടിയോ. മെയ് മാസത്തോടെ കൊടിമരത്തിന്റെ കലശ പൂജ ചെയ്യണമെന്നാണ് തന്ത്രിയെന്നതിനെക്കാട്ട് സംസാരിച്ചിട്ട് ചെയ്യും. അതോടുകൂടി ഉപദേശസമിതി സ്ഥാനത്ത് ഇറങ്ങും. കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഇതിന് ഉപദേശസമിതി ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ വലിയ പാരിശ്രമിക ജോലി.